ഓ ഹായ്, ഈ ഹോ ഇട്ടത് എന്തിനാന്നുള്ളത് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് എനിക്കിതേ ഒരു ഫോട്ടോ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എൻ്റെ ക്യാമറാമാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഒരു ബെസ്റ്റ് ഡേ ആയിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നല്ല കേട്ടോ, രാവിലെ വരയ്ക്കാനിരിക്കുന്നുണ്ട്. എൻ്റെ അറിവ് വെച്ചിട്ടൊരു 10-12 മണിയായിരിക്കും, 12 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ വരയ്ക്കാനിരിക്കുന്നത് എന്താ ഇത്ര പ്രത്യേകത അല്ലേ? ഞാനെന്താ ഇങ്ങനെ കെട്ടിയതൊന്നും നോക്കണ്ട കേട്ടോ. ഈ വരയുടെ ഉള്ളിൽ കൂടി പോയിട്ടൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അടടാ മയടാ, ആർക്ക് മയടാ. അപ്പം മുടി ഒന്നായിട്ട് നനഞ്ഞപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു ദിവസം വരച്ചത് എത്ര എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. കൈയിൻ്റെ വിരലുകളൊന്ന് എനിക്ക് മടക്കാനും നിർത്താനും പറ്റുന്നില്ല ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ ഒരു ഫോട്ടോ 4 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുക. അത് നമ്മുടെ മഴയായി തുടങ്ങിയാൽ എനിക്ക് 4 എന്നുള്ളത് 5-6 ദിവസം പിടിക്കും. അപ്പം ഞാൻ കാണിക്കുന്നൊരു സൂത്രം എന്തെന്നറിയോ? നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ പറയാം. 4 ദിവസങ്ങൾ കൊണ്ട് ഒരു ഫോട്ടോ തീർക്കുന്ന ഞാൻ 4 ദിവസങ്ങൾ കൊണ്ട് അയ്യോ ഇതാ എൻ്റെ പരിപാടി. വേഗം ചോപ്പരുമ്പോൾ തേച്ചാണ്. 4 ദിവസങ്ങൾ കൊണ്ട് 5 ഫോട്ടോ തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് കുത്തിരിക്കട്ടെ. 5 ഫോട്ടോ ഒരുമിച്ച് ചെയ്യാണ്. അപ്പം എനിക്ക് 4-5 ദിവസം ആകുമ്പോഴേക്കും 5 ഫോട്ടോ റെഡിയാവും. കാരണം ഇപ്പോഴത്തെ മഴയത്ത് ഇത് ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉണങ്ങാൻ ഞാൻ കിടന്ന പെടാപ്പാട് വിടാറാണ്. അപ്പം രാവിലെ വരയ്ക്കാനിരുന്നിട്ട് ഇപ്പോഴാണ് ഏകദേശം കഴിഞ്ഞതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞത്. വേറെ വർക്ക് കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 5 ഫോട്ടോ ഇന്ന് വരച്ചു വെച്ചു. അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ കുത്തനെ വെക്കാം, നാളെ എനിക്കിത് കിടത്തി വെക്കണം. അപ്പോൾ ഇത് നേരെ നിവർത്തിയിട്ട് ഇവിടെ കിടത്തി വെക്കുക ചെയ്യാം. അപ്പം നാളെ സെക്കൻഡ് റൗണ്ട് ചെയ്യണം ഈ 5 എണ്ണത്തിനും. മറ്റന്നാൾ പെയിൻറ്റിങ് തുടങ്ങണം. അതിൻ്റെ പിറ്റേന്നേക്ക് ഞാൻ ഫിനിഷ് ചെയ്യും. കാരണം ഫുൾ ടൈം ഫാൻ ഇടണം. ഇരട്ടി പൈസ, എല്ലാ മാസം ഉള്ളതിനേക്കാളും ഇരട്ടി പൈസ എനിക്ക് കറണ്ട് ബില്ല് ആവുമെങ്കിൽ പോലും പക്ഷേ ഇത് റെഡിയാക്കും. അപ്പോൾ എനിക്കോളി 1 2 3 4 5 ഇന്നത്തെ ഒരു ദിവസം 5 ഫോട്ടോസാണ് വരച്ചത്. കൈ എന്നോട് 2 ആഴ്ച റെസ്റ്റ് എടുക്കുക, അല്ല 3 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഞാൻ 2 ആഴ്ച റെസ്റ്റ് എടുത്തു. എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ട്. അയ്യോ, അതിനേക്കാട്ടിലുപരി വരച്ച് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയത്തെ എൻ്റെ ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ഇത് ഇന്നലെ വർക്ക് ചെയ്ത് വെച്ചാൽ ഇന്നലെ വര രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വർക്ക് ചെയ്ത് വെച്ച ഒരു കണ്ണനുണ്ണിയാണ്. ഇവനെ ഇന്ന് മുഴുവനായിട്ട് എനിക്ക് തീർക്കാൻ പറ്റൂല, നാളെയും കൂടി ഉണ്ടെങ്കിൽ എനിക്കിത് തീർക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് തീരാവുന്ന വർക്ക് ഇതുമ്മൽ ചെയ്ത് തീർക്കണം. ആ ഒരു വർക്ക് കൂടി കഴിഞ്ഞാൽ നേരെ പോയിട്ട് ലാലിലേ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഉറക്കും. അത് മാത്രമേ ഇന്നലത്തേതാണ്. പക്ഷെ ഉണങ്ങി കയ്യുമ്മലാവില്ല, പക്ഷെ ഇവിടെ പ്ലസ് ആവും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വര വിശേഷങ്ങൾ. സത്യം പറയാമല്ലോ ഗൈസ്, ഞാൻ രാവിലെ ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് എഴുന്നേറ്റ് പിള്ളേർ ക്ലാസ് പോകുന്ന സമയത്ത് ഡോറൊന്ന് പൂട്ടിക്കൊടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തൊരമ്മയാണ് ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടേന്ന്. ഇവിടെ 15 ദിവസം 16 ദിവസം അങ്ങണ്ടായി ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ കൈ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. അപ്പം ഞാൻ കിടന്നുറങ്ങി രണ്ടാമത് എഴുന്നേറ്റ് ചായ കുടിക്കുന്നത് 11:30 പിന്നീട് ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. എൻ്റെ കൂട്ടുകാരിയുണ്ട് സിനി, വയനാട്ടിലുള്ള. അവളുടെ വീട്ടിൽ നിന്ന് പറിച്ച കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അതിലൊരു മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് തിന്നു എന്നല്ലാതെ വേറെ ഒന്നും തിന്നിട്ടില്ല. ഇവിടെ ഒരു സാധനവും കുക്ക് ചെയ്തിട്ടുമില്ല കേട്ടോ. അരുണ് വരുന്ന സമയത്ത് കൊണ്ടുവരണം. കാരണം കുക്കിങ്ങും വരയും രണ്ടും കൂടി എന്നെ കൊണ്ട് പറ്റൂല. കുക്കിങ്ങുള്ള സമയത്ത് ഞാൻ ഹോട്ടലിൽ നിന്ന് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഹോട്ടലിൽ നിന്നാണ് മേടിക്കൽ. ഇപ്പോൾ കൈ സുഖമില്ലാത്തത് കൊണ്ട് ഹോട്ടലിൽ നിന്നാണ് മേടിക്കൽ. അപ്പോൾ ആരോ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു,
അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തിന്നാനും വേണം ഒരു യോഗ എന്ന്. ആ യോഗ എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ലേ പോട്ടെ, അവർ സ്വന്തമായിട്ട് അത്യാവശ്യം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ. അതിലെനിക്ക് തുറന്നുണ്ട് മോനെ, ഞാൻ പിടിക്കാം. വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ ഒരു മൂടി തുറക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. കുറേ കാലമായി ഇതൊക്കെ എടുത്തത്, എന്നിട്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ വരരംഗത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഒന്നായിട്ട് പെയിൻ്റായിരിക്കും. ഇന്ന് പെയിൻറ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ പെയിൻറ് കാണാത്തത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. 5 ഫോട്ടോ വരച്ചു. ഇനി ഇതിൻ്റെ വർക്കും കൂടി ഒന്ന് കഴിയുന്നതൊന്ന് ചെയ്ത് വെച്ചിട്ട് വേണം ഒരു നല്ല എന്തെങ്കിലും ഒരു സാധനം കിട്ടണം, തിന്നണം, ഉറങ്ങണം. ഇത് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. പിന്നീട് വർക്കൊക്കെ നാളെ മോർണിംഗ് 12 മണിക്ക് ശേഷം 12 മണി വരെ ഞാൻ കിടന്നുറങ്ങും. കാരണം എനിക്ക് ഉറക്കം നിർബന്ധമാണ്. അപ്പോൾ ഉറക്കില്ലാത്തൊരു കളിയേ ഇല്ല. അതിനേക്കാൾ വലിയ സുഖം ഈ ലോകത്ത് മറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഞാൻ ഈ വർക്കും കൂടി ഒന്ന് ചെയ്താൽ കേട്ടോ. ഇത് പെയിൻറ്റ് മിക്സ് ആക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് കൈ നിറയെ പെയിൻ്റായി. വേഗം പോകും കേട്ടോ. ഇത് ഒന്ന് പൊതിർത്തി വെച്ചാൽ മതി, പോയിക്കോളും. ഇതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ സൈക്കോപാത്ത് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഈ കളറ് മിക്സ് ചെയ്യുന്നതും അതിനൊക്കെ ഒരു പ്രത്യേക ഒരു സുഖമുള്ളൊരു പരിപാടിയാണ്. ഒരു എൻജോയ്മെൻറ്റ്. ഇനി ഒരു പക്ഷേ എൻ്റെ ജോലിയിലുള്ള അതിരുകടന്ന ആത്മാർത്ഥതയാണോ എന്നുമുള്ളത് അറിയാൻ പറ്റുന്നില്ല. കയ്യിൽ പോയി ഗായ്സ്. അപ്പം അങ്ങനെയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. തൽക്കാലം ഞാൻ ഒരു ഫോട്ടോക്ക് മാത്രമേ, ആ 5 എണ്ണത്തിനുള്ളത് ഒരുമിച്ച് മിക്സ് ചെയ്യുക വെച്ചാൽ ഇത് നിറയെ വേണം. തൽക്കാലം ഒരു ഫോട്ടോക്കുള്ളത് ഞാൻ മിക്സ് ചെയ്യാണ്. എന്നിട്ട് നാളത്തേക്ക് ഇത് ചെയ്യാനാവുന്ന സമയത്ത് ഞാൻ ആവുമ്പോഴേക്കും കിടന്നുറങ്ങാമെന്ന്. ഞാൻ എൻ്റെ മോനോടൊപ്പം പറയും, മോനെ ഇത് കൊണ്ടുവച്ച് വിറ്റോ, നമുക്ക് ചായ കുടിക്കാനുള്ള പൈസ. ഇത് മാത്രമല്ല കേട്ടോ, പോർച്ചിൽ വേറെയും കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഒരുമിച്ച് നമുക്ക് വിൽക്കുക വെച്ചാൽ എന്തായാലും നല്ലൊരു പൈസ കിട്ടും. ഈ നല്ലൊരു പൈസ, അയ്യോ ഈ നല്ലൊരു പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 10,000-ഉം 25,000 രൂപയാണ്. അതൊന്നുമല്ല ഗൈസ്. 1,500 രൂപ അപ്പം അത്രയല്ല. അപ്പോൾ എനിക്കൊരു പെയിൻറ്റ് കിട്ടാനുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറാമാൻ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതേ വന്നൊന്ന് കാണിച്ചെടുക്ക്. ഇവിടെയാണ്, ഏറ്റവും താഴെയാണ് ഈ ഒരു അട്ടി. ഇത് എനിക്ക് കൊതുക് കടിച്ചിട്ട് കൊതുക് തിരി കത്തിച്ച് വെച്ചതാട്ടോ. അപ്പോൾ ആ ഒരു അട്ടിയിൽ താഴേന്ന് കിട്ടണം. അപ്പോൾ എനിക്ക് കൈ വെച്ചെടുക്കാൻ പറ്റില്ല. എൻ്റെ ക്യാമറാമാനെ കിട്ടേണ്ടതുകൊണ്ട് ഞാൻ കട്ട് പറയുന്നു, പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഓക്കെ, ബൈ.